ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പുതിയ കുട്ടിയും കൂടി കണ്ടോ? എന്താ പറയുക, വല്ലാത്തൊരു സങ്കടപ്പെട്ട ഒരു കുട്ടിയുടെ ഒരു കഥയാണിത്. ഒന്നും പറയണ്ട. 10 ദിവസം എന്നാണ് വിനീസ് കിച്ചണിൽ 10 ദിവസം നടക്കുന്നുണ്ടായിരുന്ന എന്നുള്ള വ്ളോഗാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ 10 ദിവസം എന്താണ് നടക്കുന്നുണ്ടായിരുന്നത് എന്നുള്ളത് ഒറ്റ വീഡിയോയിലായിട്ട് ഞാൻ കാണിച്ചു തരാം. അതിലൊരു റെസിപ്പി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് പേർക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അതിൻ്റെ പേരാണ് നാസി ഗോരങ്. അത് ഇന്തോനേഷ്യൻ ഫ്രൈഡ് റൈസ് ആണ്. ഒരുപാട് പേര് ഓർഡർ ചെയ്ത് കഴിക്കാറുണ്ട്. ഞാൻ ഓർഡറിന് വന്ന സമയത്ത് എങ്ങനെയാണ് അത് ചെയ്തത് എന്നുള്ളതാണ് ഞാൻ ഒരു റെസിപ്പി ഇതിൽ കാണിച്ചു തരുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാ വിശേഷങ്ങളും എന്താണെന്നുള്ളത് പറയാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കുട്ടികളുടെ കാര്യം പറഞ്ഞിട്ട് നമുക്കിതിലേക്ക് പോവാം. ഇപ്പം 4 പേരാണുള്ളത്. 4 പേരുടെ സ്റ്റോറിയും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആൻഡ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ എൻ്റെ മടിയിലുണ്ടായിരുന്ന സർജറി കഴിഞ്ഞിട്ടുള്ള ആളുടെ കഥ ഞാൻ പറയാം. നമ്മുടെ തൊട്ടടുത്ത വീടാണ്. അവർ 7 കൊല്ലമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. അവർക്ക് ഞാൻ ഇവിടെ വന്ന് 4 കൊല്ലമായി താമസിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇവിടെ ഞാൻ പൂച്ചകളെ റെസ്ക്യൂ ചെയ്യുന്നതും പൂച്ചകൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കുന്നതും എല്ലാം കാണുന്ന സമയത്ത് അവർ ഒരു പൂച്ചയെ അവരുടെ വീട്ടിൽ കോവിഡിൻ്റെ സമയത്ത് ഒരു പൂച്ച വന്നിട്ടുണ്ടായിരുന്നു. ആ പൂച്ച പ്രഗ്നൻ്റ് ആയി, അത് പ്രസവിച്ചു. അവിടെ കുട്ടികളുണ്ടായിരുന്നു. എനിക്കിതൊന്നും അറിയില്ല കേട്ടോ. ഞാൻ അവരായിട്ട് അധികം പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് കുറേ പൂച്ചകളെ ഞാൻ എൻ്റെ മതിലിൽ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവരിങ്ങനെ പൂച്ച കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ അത് നോക്കലൊന്നും ആയിരുന്നില്ല, അത് അവരുടെ നേരം പോക്കായിരുന്നു എന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത്. പിന്നെ അവർക്കും ഒരു 2 പൂച്ചകൾ ഉണ്ടായിരുന്നു. ഈ ആളുടെ പേരാണ് എയ്സ് എന്ന് പറയുന്നത്. എയ്സിനെ അവർ പെട്രോൾ പമ്പിൽ നിന്ന് അവരുടെ ഭർത്താവ് എടുത്തിട്ട് വന്നതാണ്. ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞ് എയ്സും അവരുടെ കൂടെ തന്നെ ജീവിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എപ്പോഴും അവനെക്കുറിച്ച് ഒരു പരാതിയായിരുന്നു. അവൻ നന്നല്ല, അവൻ അതാണ്, അവൻ ഇതാണ്, ഇതൊരു പൂച്ചയാണോ, ഇതൊരു ഇതാണ് എന്നൊക്കെ പറഞ്ഞാൽ അവനെ ഇങ്ങനെ കുറേ ചീത്ത പറയും, കുറേ പുറത്തേക്ക് ചാടിക്കും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു മാസം മുമ്പ് അവരങ്ങോട്ട് തീരുമാനിച്ചു അവർ പോവുകയാണ്. അവർക്ക് എന്താണ് പറയുക, ഇവിടെ മാൽദീവ്സിൽ അവർക്ക് ജോലി കിട്ടി എന്ന് പറഞ്ഞിട്ട് അവർ പോവാണെന്ന് പറഞ്ഞ് തീരുമാനിച്ചു. ഞാൻ നോക്കി നിൽക്കേ ഈ പൂച്ചയെ അവിടെ അവർ വിട്ടിട്ട് പോയി. എന്താണ് പറയുക, ആര് നോക്കും ആര് നോക്കില്ല ഒന്നും അവർക്ക് ചിന്തയുണ്ടായിരുന്നില്ല. അവർ ടാറ്റാന്നും പറഞ്ഞിട്ട് ആ പൂച്ചയുടെ അടുത്ത് ശരി നീ എങ്ങനെ ജീവിച്ചോന്നും പറഞ്ഞിട്ട് പോയി. ഒരുപാട് പേര് ചെയ്യുന്ന തെറ്റതാണ്. ഓക്കെ, നമ്മൾ നമ്മുടെ കുടുംബത്തിലത്തെ ഒരാളായിട്ട് കണക്കാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുടുംബത്തിലത്തെ ഒരു മെമ്പറിനെ നമ്മൾ വിട്ടിട്ട് പോവില്ല. അതുപോലെ അല്ലാതെ ആ പൂച്ച പാവം വായില്ലാത്ത ജീവൻ എല്ലാവരുടെയും പോയിട്ട് ഭക്ഷണം ഇറക്കാൻ തുടങ്ങി. ആൻഡ് ഒരുപാട് വെളിയിലുള്ള പൂച്ചകൾ കടിക്കാൻ തുടങ്ങി കഴിഞ്ഞതിന് ശേഷം ഏറ്റവും വലിയ ഒരു വൂണ്ടായിട്ട് ആ കടി അവൻ അതിൽ ഇതായി. ആൻഡ് അങ്ങനെയാണ് ഞാൻ അതിലിടപെടുന്നത്. ആൻഡ് അവൻ്റെ സർജറി ആയിരുന്നു. സർജറിയൊക്കെ കഴിഞ്ഞ് ഞാൻ അവരെ എല്ലാം അറിയിച്ചു, എല്ലാം ചെയ്തു. പക്ഷേ അവർ നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവർക്ക് അതിനോടുള്ള താല്പര്യമില്ല, നമ്മൾ വെറുതെ പോയിട്ട് ഇറന്നിട്ട് കാര്യമില്ല എന്നുള്ളത്. ശരി, വരണോടത്ത് വെച്ച് കാണാം. ഇതൊക്കെ കർമ്മബലമാണ് മക്കളെ. ഒരു വായില്ലാത്ത ജീവനെ എത്രത്തോളം നിങ്ങൾ ദ്രോഹിക്കുന്നോ അതിനെയൊക്കെ അനുഭവിക്കാതെ നിങ്ങൾ പോവില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ അവൻ എൻ്റെ വീട്ടിലേക്ക് വീണ്ടും വന്നു. എൻ്റെ വീട്ടിലുള്ള ഓരോരുത്തർക്കും അതിൻ്റെ പിന്നാലെയുള്ള വലിയ കഥകളുണ്ട്. അതല്ലാതെ ഫാൻസി ആയിട്ട് പോയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഇതൊന്നും അല്ല. ഓരോ പൂച്ചകൾക്കും അതിൻ്റേതായിട്ടുള്ള കഥകളുണ്ട്. ഫോർ എക്സാമ്പിൾ സാം ആയാലും, അവിടെ കാണുന്ന കോഫി ആയാലും, അവിടെ കിടക്കുന്ന ട്രെവർ ആയാലും, ഓരോരുത്തരും ജീവിതത്തിൽ അവരുടെ ലൈഫിൽ അവരനുഭവിച്ച് തീർത്ത കാര്യങ്ങളാണ്. ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ആ അനുഭവിച്ചതെന്ന് ആണ് നമ്മൾ എടുത്തിട്ട് വന്ന് അവരെ എന്താണ് പറയുക, അവർക്ക് നല്ലൊരു ലൈഫ് കൊടുക്കണം എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ടാണ് എൻ്റെ കൂടെ അവരുള്ളത്. ഒരിക്കലും ചതിക്കില്ല എന്ന വാക്കോട് കൂടിയിട്ട് അവരെ ഒരിക്കലും ഞാൻ വിടില്ല, അവരെ ഒരിക്കലും ഞാൻ ചതിക്കില്ല എന്ന പ്രോമിസോട് കൂടിയിട്ടാണ് ഞാൻ അവരെ നോക്കുന്നത്. സോ യെസ്, ഹോസ്പിറ്റൽ വിസിറ്റ് അതൊക്കെ കഴിഞ്ഞ് അവനിതാ വന്നു. നാളെ മറ്റന്നാളായിട്ട് പോയിട്ട് സ്റ്റിച്ച് ഊരണം. അതുവരെയ്ക്കും ആ ഡ്രസ്സ് ഇട്ടേ പറ്റൂ, ഇല്ലെങ്കിൽ അവർ നക്കി കടിക്കുകയൊക്കെ ചെയ്യും മുറിയിൽ.
അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അതാണ് വിശേഷം. അവൻ നല്ലൊരു മോനാണ്, നല്ല കുട്ടിയാണ് അവനെ പറഞ്ഞ മാതിരി ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു വൃത്തികെട്ട സ്വഭാവവും അവനില്ല. അവനാകെപ്പാടെ വേണ്ടിയിരുന്നത് കുറച്ച് സ്നേഹമായിരുന്നു, അത് കൊടുക്കാൻ അവർക്ക് തയ്യാറായിരുന്നില്ല. പക്ഷേ എവറിത്തിങ് ഇസ് ഫൈൻ. ഇനി ഈ ഒരു 10 ദിവസത്തിൽ എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളത് കാണാം. അപ്പോൾ നിങ്ങളിവിടെ കാണുന്നതാണ് കോഫിയുടെ മറ്റേ ഡെലിവറി ആൾ വണ്ടിയിൽ തട്ടിയിട്ട് അവൾ മാത്രമേ ജീവിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് കോഫി എടുത്തത്. ഇതാണ് എയ്സ് എന്ന് പറയുന്ന ആളുടെ കഥ ഞാനിപ്പോൾ പറഞ്ഞു. അവനിപ്പോൾ എന്താ പറയുക, സൂപ്പർ ആക്റ്റീവായിട്ട് സർജറിയൊക്കെ കഴിഞ്ഞ് ഓടിച്ചാടി നടക്കുന്നു. ഇതൊന്നും ഇഷ്ടപ്പെടാതെ വളരെ ദേഷ്യഭാവത്തോടു കൂടിയിട്ട് ഇരിക്കുന്ന ആളാണ് സാം. ഇനിയിപ്പോൾ ഇതൊക്കെ നടന്നോട്ടെ, എനിക്കൊന്നും ഒരു വിഷയമില്ല മക്കളെ, ഞാൻ എൻ്റെ വഴിക്ക് ഞാൻ കിടന്നുറങ്ങട്ടെ എന്ന് പറഞ്ഞ് കുറച്ച് പ്രായമായിട്ടുള്ള ആളാണ് ട്രെവർ. ഇതാണ് എൻ്റെ ജീവിതം, ഇതാണ് എൻ്റെ ലോകം. അങ്ങനെ ഞാൻ ഇവരൊക്കെ ആയിട്ട് ഇരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതാ എൻ്റെ 10 ദിവസത്തിൽ എന്താ നടന്നതെന്ന് ചോദിച്ചില്ലേ, ഒരുപാട് ഓർഡേഴ്സ് നമുക്ക് പബ്സിനുണ്ടായിരുന്നു. ഒരുപാട് പബ്സ്, അതായത് ചിക്കൻ പബ്സ്, മട്ടൺ പബ്സ്, എഗ് പബ്സ്, അതേമാതിരി വെജിറ്റബിൾ പഫ്സ്, എല്ലാത്തിനും ഒരുപാട് ഈവൻറ്റ് ഓർഡേഴ്സ് കുറേ ഉണ്ടായിരുന്നു. അതേമാതിരി പിന്നെ ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നത് മോമോസിനാണ്. ചിക്കൻ മോമോസും പനീർ വെജിറ്റബിൾ മോമോസുമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. എന്താണ് പറയുക, ഇതിലേതെങ്കിലും റെസിപ്പി നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ എന്തായാലും പറയുക. ഞാൻ എന്തായാലും ഉണ്ടാക്കി സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ മോമോസും അന്ന് കുറേ പേര്, അതായത് മോമോസ് വേണോ എന്ന് ഞാൻ എൻ്റെ റെസിപ്പിയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തപ്പോൾ തന്നെ, മോമോസ് അവൈലബിൾ ആണെന്ന് ഇൻക്ലൂഡ് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് റെസ്പോൺസോട് കൂടിയിട്ട് വന്നിട്ടുള്ള ഒരു കാര്യമായിരുന്നു മോമോസ്. അത് ഇതിന് ചട്നിയും ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഈവൻറ്റ്, ഈ ഞായറാഴ്ച ഒരു ഈവൻറ്റാണ്. ആ ഈവൻറ്റിന് വരുന്നതിന് മുമ്പ് അവരുടെ ആൾക്കാർ വന്നിട്ട് ടേസ്റ്റ് ടെസ്റ്റിങ്ങിന് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഈവൻറ്റ് നടക്കുന്നതിന് മുമ്പ് നമ്മൾ എന്താണോ അവർക്ക് പാചകത്തിന് ക്യൂറേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്, ആ മെനു കംപ്ലീറ്റ് ആയിട്ട് ടേസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ അവർ വീട്ടിലേക്ക് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സൂപ്പി രസം വിത്ത് മിനി പരിപ്പ് വട, അതേമാതിരി തന്നെ മറ്റേ ചിക്കൻ കോല ഉരുണ്ട, ബീട്രൂട്ട് പണിയാർ, സ്റ്റഫ്ഡ് പണിയാരം, പൊടി ഇഡ്ഡലി, അവർക്കെല്ലാം സൗത്ത് ഇന്ത്യൻ ആണ് വേണ്ടത് എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ് പറയുക, നമ്മുടെ നല്ല ടാങ്കി സ്പൈസി ടൊമാറ്റോ ചട്നി വിത്ത് പണിയാരമാണ് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഉള്ളിൽ സ്റ്റഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ചപ്പം ബൈറ്റ്സ്, അച്ചപ്പം ആ ഒരു മധുരത്തോട് കൂടിയിട്ടുള്ള അച്ചപ്പത്തിൻ്റെ മുകളിൽ കുറച്ച് സോസസ് ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കുറച്ച് ബൈറ്റ്സ് ഒക്കെ പോലെ ഇട്ടിട്ടുള്ള രീതിയിലായിരുന്നു. എല്ലാം സൂപ്പറായിരുന്നു. ഞായറാഴ്ച ഈവൻ്റാണ്, അപ്പോൾ അതിനാണ് ഇത് സെർവ് ചെയ്യണം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാസി ഗോരങ്ങിൻ്റെ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നാസി ഗോരങ്ങാണ് നിങ്ങൾക്ക് റെസിപ്പി ഇന്ന് കാണിച്ചു തരാൻ പോണത്. ഉള്ളി, പച്ചമുളക്, അതേമാതിരി തന്നെ വറ്റൽ മുളക്, ചെറിയ ഉള്ളി, അതേമാതിരി വലിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് അരച്ച് നന്നായിട്ട് എണ്ണയിൽ മിക്സ് ചെയ്ത്, ക്യാരറ്റ്, ക്യാബേജ്, പട്ടാണി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ആ മിക്സിൽ നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക. നാസി ഗോരങ് ഇസ് സൂപ്പർബ്. വൺ ഓഫ് ദ ഹിറ്റ് റെസിപ്പീസാണ്. എവിടെ പോയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ചിക്കൻ നാസി ഗോരങ് വേണമെങ്കിൽ ഉണ്ടാക്കാം. നോൺ വെജ് നാസി ഗോരങ്, വെജ് നാസി ഗോരങ് രണ്ടുമുണ്ട്. അപ്പോൾ ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തു. ഇനി ഇതിൽ യൂസ് ചെയ്യുന്നതാണ് സ്വീറ്റ് സോയ സോസ്. സ്വീറ്റ് സോയ സോസ് ആണ് ഇതിലത്തെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് എല്ലാ ഫ്രൈഡ് റൈസിനും പോലെ തന്നെ നേരത്തെ വേവിച്ച് വെക്കണം അരി. ഞാനിതിൽ ഇവിടെ ജീരകശാലയാണ് യൂസ് ചെയ്തത്. ഷോർട്ട് ഗ്രെയിൻ ഏത് റൈസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിൻ്റെ മുകളിൽ വെക്കാനുള്ള ഫ്രൈഡ് എഗ്ഗും കൂടിയിട്ടാണ് അത് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതിലും മുട്ട ചിക്കിയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ മുട്ട ഒഴിച്ചിട്ട് നന്നായിട്ട് ചിക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുകയാണ്. റൈസ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള നാസി ഗോരങ് റെഡി ആയിരിക്കും. ഞാനിവിടെ പ്ലേറ്റ് മറ്റേ ഇത് ചെയ്യാൻ ഓർഡേഴ്സിനുള്ള കോംബോ മീലാണ്. അപ്പോൾ കോംബോ മീലിന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള പ്ലേറ്റാണ്. അതിൻ്റെ കൂടെ എപ്പോഴും ചിക്കൻ സാറ്റേ എന്ന് പറഞ്ഞിട്ട് ചിക്കൻ ഈ സ്വീറ്റ് സോയ സോസിൽ സോട്ടേ ചെയ്തിട്ടുള്ളത് കൊടുക്കും. പിന്നെ ഒരു സാലഡ് കൊടുക്കും. അപ്പോൾ അത്
രണ്ടും പ്ലേസ് ചെയ്തു. എന്നതിന് ശേഷം പിന്നെ നമ്മൾ ഉണ്ടാക്കിയ നാസി ഗോരങ്ങും കൂടിയിട്ട് വെച്ചിട്ടാണ് അതിൻ്റെ മുകളിൽ മുട്ടയും കൂടി വെച്ചിട്ടാണ് നമ്മൾ സെർവ് ചെയ്യണത്. അപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങളായിരുന്നു ഈ ഒരു എന്താ പറയുക 10 ദിവസത്തിൽ വളരെ ബിസി ഷെഡ്യൂളായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. സോ നാസി ഗോരങ്ങിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. വളരെ എളുപ്പമാണ്. ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വറ്റൽമുളക് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് അരച്ചിട്ട് ആ പേസ്റ്റിലാണ് ബാക്കിയുള്ള സംഭവങ്ങൾ ചെയ്യുന്നത്. മുകളിൽ കുറച്ച് സ്പ്രിങ് ആനിയൻസും അതേമാതിരി തന്നെ എന്താണ് പറയുക ഒരു മുട്ടയും വെച്ചിട്ടാണ് നമുക്ക് നാസി ഗോരങ് എപ്പോഴും സെർവ് ചെയ്ത് കിട്ടാറുള്ളത്. അപ്പോൾ അതും കൂടി വെച്ചിട്ട് ഞാൻ അടച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഏറ്റവും പ്രത്യേകതയായിട്ടുള്ളൊരു കാര്യമാണ് പ്രോൺ ക്രാക്കേഴ്സ്. അതായത് വടകം പോലെ ഉണ്ടാവും, പക്ഷെ അത് ചെമ്മീനിൻ്റെ ഫ്ലേവറോട് കൂടിയിട്ടാണ്. അപ്പോൾ അതും കൂടിയിട്ട് നമ്മൾ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പാക്കറ്റിൽ അതും കൂടി പോണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നാസി ഗോരങ് എന്ന് പറയുന്നത് വിനീസ് കിച്ചണിൽ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡെലിവറിയുടെ സമയത്ത്.